അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന പരിശുദ്ധ റമദാനിൻ്റെ മഹാഭൂരിഭാഗ സമയവും അല്ലെങ്കിൽ ദിവസവും കഴിഞ്ഞു. മദാ മുഅദമുഹു വബഖിയ അഅദമുഹു, അങ്ങനെ അറബിയിൽ ചൊല്ലുണ്ട്. റമദാനിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ അറബ് നാടുകളിൽ പ്രചരിക്കുന്ന ഒരു മെസ്സേജാണ് മദാ മുഅദമുഹു, ഈ മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭൂരിപക്ഷ സമയവും കഴിഞ്ഞു. വബഖിയ അഅദമുഹു, എന്നാൽ ആ മാസത്തിലെ ഏറ്റവും ഉന്നതമായ ദിവസങ്ങൾ ബാക്കിയായിരിക്കുന്നു. റമദാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഏറ്റവും ഉന്നതമായ ദിവസത്തിനാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി നാളെ നമ്മൾ ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, അമലുകൾ പരിഗണിക്കപ്പെടുക അതിൻ്റെ പര്യാവസാനം നോക്കിക്കൊണ്ടാണ്. ലാസ്റ്റ് നന്നാക്കണ്ടേ? ശരിക്കും തുടക്കത്തിലുണ്ടായ ആവേശം, ആ ഉഷാറ്, ആ ഒരു അമൽ ചെയ്യാനുള്ള ഒരു 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 വെമ്പല്, അത് അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ഉണ്ടാകും. ഉണ്ടാകണം എന്നല്ല, സത്യവിശ്വാസിക്ക് മുഅ്മിനിന് അങ്ങനെ ഉണ്ടാകും. പുറത്തേക്ക് പോകില്ല മുഅ്മിൻ. പക്ഷെ ഇന്ന് ഇറങ്ങിത്തുടങ്ങി, എല്ലാവരും പുറത്തായി. 27ന്റെ രാവോട് കൂടി ലൈലത്തുൽ ഖദർ എന്ന് ഉമ്മത്ത് തീരുമാനിച്ച പോലെയുണ്ട്. സലഫികളും ആളില്ല, അവരുടെ സലഫികളും അതൊരു വിജാത്താണ്. റമദാൻ 27 മാത്രം കണ്ട് പള്ളിയിൽ വരിക എന്നുള്ളത് വിജാത്താണ്. കാരണം അങ്ങനത്തെ ഒരു മനഹജ് നമുക്കില്ല, അങ്ങനത്തെ ഒരു ചെരി നമുക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയ എന്ന് പറഞ്ഞാൽ തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അമലും ചെയ്തു. റസൂലുള്ളാഹി തങ്ങളുടെ ഖൗലും ഉണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഫിഅലും ഉണ്ട്. ഈ പ്രധാനപ്പെട്ട അമലിന് തെളിവായിട്ട് 29 ഉണ്ട്. ഇനി 29 ഇന്ന് വരുന്ന രാത്രിയിൽ ഒരുപക്ഷെ ലൈലത്തുൽ ഖദർ ആയാൽ 27. അപ്പൊ 27 മാത്രം സലഫുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. 27 അടയാളങ്ങൾ നമ്മൾ കണ്ടു. അത് 21 പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. 27 പറഞ്ഞതുപോലെ തന്നെ സലഫുകളിൽ പലരും 21ന്റെയും 25ന്റെയും പറഞ്ഞിട്ടുണ്ട്. 29 അതിൽപ്പെട്ട രാത്രിയാണ് ഈ വരുന്ന രാത്രി. അതുകൊണ്ട് ശരിക്കും പറഞ്ഞ സത്യവിശ്വാസി റമദാനിന്റെ ഈ ലാസ്റ്റ് ദിവസത്തിൽ കൂടുതൽ ടൈം എവിടെ ഉണ്ടാവും? പള്ളിയിലുണ്ടാവും. ഈമാനിൽ ബലഹീനതയുള്ളവർ അധിക സമയവും പുറത്തുണ്ടാവും. അപ്പൊ നമുക്ക് അളക്കാൻ പറ്റിയ ഒരളവ് പോലാണ് ഈ 2 ദിവസം. ഈ 28 ദിവസം കൊണ്ട് പരിശുദ്ധ റമദാൻ എന്ന തർബിയത്തിന്റെ മാസം നമ്മളെ കൽബിൽ ഉണ്ടാക്കി തന്ന മാറ്റം എന്ത് എന്ന് ഈ 2 ദിവസം കൊണ്ട് അളന്നെടുക്കാം. കൽബ് മാറിയിട്ടുണ്ടോ? താല്പര്യം കൂടിയിട്ടുണ്ടോ? കുറച്ചും കൂടി പള്ളിയുമായിട്ടൊരു കണക്ഷൻ ആയിട്ടുണ്ടോ? അള്ളാഹുമായിട്ടൊരു കണക്ഷൻ വന്നിട്ടുണ്ടോ? ഈ 2 ദിവസം കൊണ്ട് മനസ്സിലാവും. കാരണം മാസം തീർന്നില്ല, അള്ളാഹു ലാസ്റ്റാണ് നോക്കുക. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നന്നാക്കി തരാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അമലുകളുടെയും ജീവിതത്തിൻ്റെയും. ഒരാളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജിന് പോവാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഹജ്ജിന് പോവാൻ. റസൂലുള്ളാഹി തങ്ങളുടെ എത്രാമത്തെ ഹജ്ജ്? ഒരേ ഹജ്ജ്. മാഷാ അല്ലാഹ്, ഒരേ ഹജ്ജ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടയിൽ അയാളുടെ ഒട്ടകത്തിന് ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ചൂടായ ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളാ പാപത്താൻ ഒട്ടകത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒട്ടകത്തിന് ചൂടായി നോക്കണം, അതിൽ ശൈത്താനീയത്തുണ്ട് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒട്ടകത്തിൻ്റെ ആളെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആട്ടിൻ്റെയും പശുവിൻ്റെയും ആളെ പോയിട്ട് നിസ്കരിക്കാം, പ്രശ്നമില്ല. പക്ഷെ ഒട്ടകത്തിൻ്റെ ആളെയും നിസ്കരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നിരോധിച്ചു. അതിൻ്റെ ശറഹിൽ ചില മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, കാരണം ഒരു ശൈത്താനീയത്തുണ്ട് ഒട്ടകത്തിന്, അതതിന് ചൂടായ മനസ്സിലാവും. സംഭവം പാവമാണ്. യൂട്യൂബ് നോക്കിയാൽ മതി, ചൂടൻ ഒട്ടകം നടിച്ചെടുത്ത് നോക്കിയാൽ വരും. ദേഷ്യം പിടിച്ച ഒട്ടകം.
നജസല്ല. അതെ, എന്താ നമ്മൾ തിന്നാൻ ഉപയോഗിക്കുന്ന മൃഗത്തിന്റെ കാഷ്ടവും നജസല്ല, മൂത്രവും നജസല്ല. അങ്ങനെ ഒരു സഹാബത്തിന് ജീവിക്കാൻ കഴിയില്ല. സഹാബാക്കളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ആടിൻ്റെ താമസം. ആടും പോത്തും സഹാബാക്കളെ പരിനുള്ളിലാണ് താമസം. നമ്മളെ പോലെ പുറത്ത് വലിയ കമ്പി കൂടും, പിന്നെ നമുക്ക് വേറൊരു കൂടും, അതൊന്നും സഹാബത്തിനില്ല. അവരാട്ടിലെ കൂട്ടിൽ പുറഞ്ഞപ്പുറത്ത് തന്നെയല്ലേ. പഴയ കാലത്ത് നമ്മളെ വീട്ടിലോ, പഴയ കാലത്ത് ആടിനെ വയ്ക്കുന്ന വീടുകളിൽ വീട്ടിനുള്ളിലുണ്ടല്ലേ ആടും പശുവെല്ലാം. നമ്മൾ തിന്നാൻ ഉപയോഗിക്കുന്ന മൃഗത്തിന്റെ മൂത്രവും കാഷ്ടവും നജസല്ല. അപ്പൊ ഈ ഒട്ടകത്തിന്റെ മോണെന്ന് ഈ സഹാബി താഴെ വീണുപോയി. ആ വീണ് വീഴ്ചയിൽ മരിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവരെ കുളിപ്പിക്ക്, എന്നിട്ട് കഫം പൊതിയൻ, അത്ര തേക്കണ്ട. എന്താ കാര്യം നോക്കട്ടെ. എന്താ? മാഷാ അല്ലാഹ്, ഇഹ്റാമിലാണ്. ഇഹ്റാം എത്ര ഉപയോഗിക്കുന്നത് ഹറാമല്ലേ. അതുകൊണ്ട് അത്ര തേക്കണ്ട. ഇവൻ നാളെ അള്ളാന്റെ കോടതിയിൽ മുലബിയായി കൊണ്ടായിരിക്കും വരിക. തൽബിയത്ത് പറഞ്ഞുകൊണ്ട് മഹ്ശറിൽ വരും. കാരണം അവസാനം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും മഹ്ശറിൽ വരിക. സിനിമ തിയേറ്ററിൽ നിന്ന് ആടുജീവിതം കാണാൻ വേണ്ടി മരിച്ചെന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ആകട്ടെ. ആടുജീവിതം കാണാൻ കാത്തിക്കാൻ മുസ്ലിം ഉള്ളത്, ടിക്കറ്റ് എടുക്കാൻ, നോമ്പൊന്ന് കഴിഞ്ഞ് കിട്ടാൻ. ഇന്നൊരു അധ്യാപകൻ പറഞ്ഞു, ഹിന്ദു ടീച്ചേഴ്സും മാഷന്മാരെല്ലാം പോയി കണ്ടിട്ട് വന്ന് കഥ പറഞ്ഞു കൊടുത്ത്, ഇനി മുസ്ലിം ടീച്ചേഴ്സ് കാണാൻ എന്ത് ചെയ്യാൻ കാത്തു വെക്കുന്നു? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓക്കെ, അതായത് ഈ ചങ്ങലൊന്ന് പൊട്ടിയില്ലെങ്കിൽ ഒന്ന് പോവായിരുന്നു. അവൻ്റെ ഈമാൻ്റെ അവസ്ഥ എന്താ? അതിൻ്റെ ഒരു റമദാൻ ആയത് ആടുജീവിതത്തിന്റെ ആ ഫസ്റ്റത്തെ ത്രില്ലല്ലെങ്കിൽ പോയി. ഇനിയിപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒരു സുഖം കാണാൻ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ്, അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ഖബറിടം, ഇബാദത്തിന്റെ താരീഫ് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, മിനൽ അഖ്വാലി വൽ അഅമാലി അല്ലാഹിറ വൽ ബാത്തിന. നമ്മുടെ വാക്കുകൾ വരെ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മുവഹിദ് തോന്നിയ പോലെ സംസാരിക്കാൻ പറ്റൂല. ഇത് പറഞ്ഞ് ആളുടെ ഈമാന്റെ അവസ്ഥ നമുക്ക് ആലോചിക്കാൻ തരുള്ളൂ. നോമ്പ് കഴിഞ്ഞിട്ട് വേണമെന്ന് പോവാൻ അതിന് കാത്തിക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു ഹറാമ് ചെയ്യാൻ അള്ളാഹു എന്തോ തടസ്സം ഇട്ടിട്ടുണ്ട്. അത് നീങ്ങിയ ഉടനെ എന്ത് ചെയ്യും? മാഅല്ലാഹ്. അപ്പൊ പറഞ്ഞു അത്ര തേക്കണ്ട, കാരണം തൽബിയത്തും പറഞ്ഞുകൊണ്ട് വരും. അത്ര നല്ല അവസ്ഥയിലാവണം അവസാനം. അതൊന്നാണ് ചോദിക്കണം, ആഖിബത്ത് നന്നാക്കി തരാൻ. അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസ്ഥയിൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത്, ഏറ്റവും ഇഷ്ടമായ സമയത്ത് നീ എൻ്റെ റൂഹിനെ കൊണ്ടുപോണേ റബ്ബേ. കാരണം നാളെ മഹ്ശറില് മാലോകർ വരുമ്പം അതേപോലെ വരുന്നുണ്ടാവും. അതുകൊണ്ടല്ലേ ശുഹദാക്കളെ കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ശുഹദാക്കളെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ മഹ്ശറിൽ വരുന്ന പറഞ്ഞു. കാരണം അവരുടെ അവസാനം എങ്ങനെയാണ്? ആഖിബത്ത്. പരിശുദ്ധ റമദാനിന്റെ ആഖിബത്ത് നന്നാക്കണം. ഈ 2 ദിവസം ടോപ്പിൽ ലെവലിലായിരിക്കണം. പുറത്തേക്ക് പോകരുത്, മനഃപൂർവ്വം പോകരുത്, ഭാര്യ മക്കളെയും സമ്മതിക്കരുത്. കാരണം അവസാനിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ജീവിതത്തിലെ ഒരു എന്ത് അവസരം എന്നാ പറയാ, എന്ത് ചാൻസ് എന്നാ പറയാ പരിശുദ്ധ റമദാനെ പറ്റി? ഇതുവരെ ചെയ്ത നോമ്പിനേക്കാൾ ശക്തമായിരിക്കണം ഇന്നത്തെയും നാളത്തെയും നോമ്പ്. അത്ര സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ തിന്നാണ്ട് കുടിക്കാൻ നിൽക്കലല്ല, മറിച്ച് കണ്ണിന്റെ, കാതിന്റെ, നാവിന്റെ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. പക്ഷെ എല്ലാവരും ചൂടായി തുടങ്ങി. ഇതുവരെ ആരും ദേഷ്യം പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും ദേഷ്യം പിടിക്കലായി, തെറി വിളിക്കലായി. അതാ പറയുന്നത്, 2025 എന്ത് പ്രതീക്ഷ നമുക്കുണ്ട്? ദുനിയാവിലെ മറ്റെന്തും നമുക്ക് എന്ത് ചെയ്യാം. നാളെ ആഖിറത്തിൽ അള്ളാഹു മനുഷ്യരുടെ അവസ്ഥകൾ പറഞ്ഞപ്പം പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് കരയും. അവസരം കിട്ടിയ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് കരയും. സുബൂർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കരച്ചലല്ല, അട്ടഹസിച്ച് നിലവിളിക്കുക. അതായത് ടെൻഷൻ വന്നിട്ട് നഷ്ടപ്പെട്ടിട്ട് പോയതിൻ്റെ ആധിയിലുള്ളൊരു കരച്ചിലുണ്ടല്ലോ, അത്. അതായത് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, ആ ഫിക്റിലുള്ള കരച്ചൽ, അതാണ് സുബൂർ. അള്ളാഹു പറയും, ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ, നിങ്ങൾ ഇന്ന് ഒരു കരച്ചിൽ കരഞ്ഞാൽ പോരാ, വദ്ഉ സുബൂറൻ കസീറൻ,
കുറേ കരയും. നിങ്ങൾ കുറേ കരയും. കാരണം ആഫിയത്തുണ്ട്, സമയമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. എന്നിട്ടും എന്ത് ചെയ്തു? ഞാൻ അങ്ങോട്ട് തന്നിട്ട് വിളിച്ചപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഒരു കരച്ചിൽ നിങ്ങൾ കരഞ്ഞാൽ പോരാ, സുബൂറൻ കസീറ, കുറേ കരയും. ആ കരച്ചില് സഹതാപത്തിൽ നോട്ടൊന്നും നിങ്ങളോട് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അത്രയും കരച്ചിലൊന്നും വേണ്ട. പാതിരാക്ക് ഖിയാമുൽ സുജൂദിൽ കടന്നിട്ട് ഒരു തുള്ളി കണ്ണീര് മതി ഉടമസ്ഥന്റെ അടുത്ത് 1000 പ്രാവശ്യം കരയുന്നതിനേക്കാളും പവർ ആ ഒറ്റ തുള്ളി കണ്ണീരിനുണ്ടാവും. കാരണം തന്ന അവസരമാണ്, ഇത് ചെയ്യുന്നും പറഞ്ഞ് തന്ന അവസരമാണ്. അതുകൊണ്ട് നോമ്പ് ഈ 2 ദിവസം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ നോമ്പും ഇനി നാളത്തതും. ഒരു പക്ഷേ നാളെ പിറ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ മറ്റന്നാളും. അഥവാ ഈ നോമ്പുകളെ നമ്മളൊന്ന് ക്ലിയർ ആക്കിയാൽ, ക്ഷമിച്ച് സഹിച്ച് കടുംപിടുത്തം പിടിച്ച് സാബിറായാൽ, സാബിറായാൽ അങ്ങനെ പറയാം. സൗമിന് ഏറ്റവും ആവശ്യം എന്താ അറിയോ? സബറാണ്. കണ്ണിനും കാതിനും നാവിനും സ്വഭാവത്തിനും ഒക്കെയുള്ള സബറാണ് സൗമിന് ആവശ്യം. ഈ 2 ദിവസം ശ്രദ്ധിച്ചാൽ കാരുണ്യവാനായ അള്ളാഹു എന്താ ചെയ്യാന്നറിയോ? ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. 28 ദിവസം എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് കബൂലാക്കും. അള്ളാഹ് മാത്രമേ അത് ചെയ്യുള്ളൂ, വേറെ ആരും അത് ചെയ്യൂല. വേറെ ആരും അത് ചെയ്യില്ല. ഒരു കള്ളനെ പിടിച്ചു ബോസ്, അറബി പൊക്കി. അറബിലെ വെൽപ്പം എപ്പോഴും എടുത്ത് കീശയിടലുണ്ട്. അറബി CCTV വെച്ച് അവൻ കണ്ടിട്ട, അങ്ങനെ അറബി പൊക്കി. അന്ന് 1 ലക്ഷം റിയാൽ എടുത്ത് കീശയിൽ ഇട്ടിന്. ബാക്കി മാസത്തിന് 29 ദിവസവും അറബി എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് കണ്ടിട്ടുണ്ട്. അറബി എത്ര പൈസ വാങ്ങും? ഇന്ന് പൊക്കിയ ഇന്നത്തെ 1 ലക്ഷം വാങ്ങുള്ളൂ? അല്ല, 29ന്റെ പൊക്കിയത് മൊത്തം വാങ്ങും. ഇല്ലാന്ന് പറഞ്ഞാൽ TV കാണിച്ചു തരും, ഇതാ നീ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും. ഇനി അറബിക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ ഓൻ ജയിലിടും. എക്സിറ്റ് ആക്കിയിട്ട് എനിക്ക് ജീവിതത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കുത്തിയിട്ട് അള്ളാഹ് വിട്ടോ ഖലാസ് അല്ലേ വിട്ടോളൂ വിടും. അള്ളാഹു ദുനിയാവിൻ്റെ അവസ്ഥ പറഞ്ഞതാണ്. അള്ളാഹു 29 ദിവസമായിട്ട് ഫുള്ള് കക്കാണ്. നോമ്പ് കക്കുന്നു, കണ്ണ് കക്കുന്നു, കാത് കക്കുന്നു. ഇതെന്താ കാണുന്നില്ലേ? എല്ലാം കാണുന്നുണ്ട്. ലാസ്റ്റ് ടൈം ആയപ്പോൾ 30ൻ്റെ അന്ന് 29ൻ്റെ അന്ന് ഭയങ്കര സൂക്ഷ്മത, ഭയങ്കര നോമ്പ്, ഭയങ്കര നിസ്കാരം, ഭയങ്കര ദുആ. നമ്മൾ പറയും ഓ വന്നിനി ലാസ്റ്റ് ദിവസമായപ്പോൾ. ഇതുവരെ ഇതൊന്നും ബോധം ഉണ്ടായിട്ടാ. ഇത്രയും കാലം എന്താ നോമ്പ് ഉണ്ടായിട്ട്? ഇവിടെ വെള്ളി ഉണ്ടായിട്ട്, ഇവിടെ ക്യാമറയിൽ ഉണ്ടായിട്ട്, എവിടെ പോയി ഇതോടെ നമ്മൾ പറയും. അള്ളാഹു എന്ത് പറയും? ആ വന്നല്ലോ, എൻ്റെ അടിമ അവസരം ഞാൻ കൊടുത്ത് വിളിച്ചപ്പം ഇന്നാണെങ്കിൽ ഇന്ന് വന്നല്ലോ, ഒരു കാര്യം ചെയ്യും, ബാക്കി 29ൻ്റെ ഫ്രീ ആയിട്ട് ഞാൻ എഴുതി തന്നു ഖലാസ്. അതെൻ്റെ റബ്ബിനെ സാധിക്കൂ. വേറെ ഒരു മുതലാളി അങ്ങനെ തരില്ല, ഒരു മുതലാളിയും തരില്ല. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തിന്മകളെ നന്മയാക്കി റബ്ബ് മാറ്റി തരും. എങ്കിൽ ആ ദിവസവും പരിഗണിച്ച് ചെയ്തോന് കിട്ടുന്ന കൂലിയൊന്നും ആലോചിച്ച് നോക്കി. ചെയ്യാത്തോൻ അള്ളാഹ് ഇങ്ങനെ കൊടുക്കുമെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നാളെ മഹ്ശറിൽ ലാസ്റ്റ് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാൾ മുവഹിദാണ്. അവിടെ ആ തൗഹീദിന്റെ വില മനസ്സിലാവുക. തെറ്റുകളുണ്ടാവും, പക്ഷെ തൗഹീദ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുത്തും. ലാസ്റ്റ് വരും, ഇവങ്ങനെ നിൽക്കും. ഓൻ ചോദിക്കും, അല്ലാഹുവേ ഒന്നാം മരത്തിൻ്റെ താഴെ എന്നെ ഒന്ന് എത്തിക്കൂ. അപ്പോൾ അള്ളാഹ് പറയും, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ, ആദമിൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഒന്ന് കൊടുത്താൽ ഇവനടുത്ത് ചോദിക്കും, ആ നീ പോയിട്ട് നിൽക്ക്. ഓൻ ആ മരത്തിൻ്റെ കളഞ്ഞു പോകും. അവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാവും അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ വലിയൊരു മരത്തിൻ്റെ താഴെ കുറേ ആളുകൾ സോഫകളിൽ ചാരി ഇരുന്ന് വെള്ളം കുടിക്കുന്നു, തിന്നുന്നു, വർത്താനം പറയുന്നു. ഇത് കേട്ട ഇവൻ പറയും, അല്ലാഹുവേ ആ മരത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകുമോ? പല്ല പറയും, കണ്ടോ ഇതാ നിന്റെ കഥ. ഒന്ന് തരുമ്പം പറയും അഴുതാ ചെയ്യും, ഇനി ചോദിക്കൂല, പക്ഷെ വാത് ലംഘിക്കും. എന്നിട്ട് പിന്നെയും ചോദിക്കും, ആ നീ പോ. അവിടെ പോകും. അവിടെ ചെന്ന് നോക്കുമ്പം അവൻ സ്വർഗത്തിൻ്റെ ഉള്ളിലുള്ള കുന്നുകളും അവിടുത്തെ തോട്ടങ്ങളും അവിടെയുള്ള ആളുകളെയും കാണും. അല്ലാഹുവേ ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് ചോദിക്കും. ആ കുന്നിൻ്റെ അപ്പുറത്ത് അള്ളാഹ് പറയും, കണ്ടോ ഇബ്നു ആദം, ആദമിൻ്റെ മോൻ വാഴ ചെയ്യും, പക്ഷെ വാഴ ലംഘിക്കും, ചെയ്ത കാര്യം ചെയ്യൂല. പോ നീ നോക്കിയിട്ട് വാ. ഓ നോക്കും. പിന്നെന്തായിക്കോലും തോന്നുക, അല്ലാഹുവേ എന്നൊന്ന് അതിൻ്റെ ഉള്ളിലാക്കി തരുമോ?
അള്ളാഹു പറയും, കണ്ടോ ആദമിന്റെ മോൻ ഒന്ന് പറഞ്ഞു, അടുത്ത് ചോദിക്കലായി. നീ ഈ ദുനിയാവും അതിൻ്റെ 10 മടങ്ങ് അധികവും എടുത്തിട്ട് ഉപയോഗിക്കോളി. അപ്പോൾ നിൽക്കും. അതസ്തഹ്സിഉനി വഅൻത റബ്ബുൽ ആലമീൻ. റബ്ബേ, നീ എന്നെ കളിയാക്കുന്നതാ? നീ റബ്ബുൽ ആലമീനായിട്ട് എന്നെ കളിയാക്കുന്നത് തീരെ ശരിയായിട്ട്. അതതിൻ്റെ അർത്ഥം, നീ ഇത്ര വലിയ ആളായിട്ട് എന്നെപ്പോലത്തെ ഒരു അടിമനെ ഇങ്ങനെ കളിയാക്കിയാലോ? ആകെ ഞാൻ ചോദിച്ചിട്ട് എത്തി നോക്കാൻ വേണ്ടി തന്ന അവസരം. അപ്പം പറഞ്ഞ് ദുനിയാവും അതിൻ്റെ 10 ഇരട്ടി എടുത്തോണ്ട്. ഇത് കേൾക്കുമ്പോൾ അള്ളാഹു ചിരിക്കും. അടിമന്റെ ഈ വർത്താനം കേൾക്കുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബ്ദുല്ലാഹി മസ്ഊദാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ഈ വാക്ക് കേൾക്കുമ്പോൾ ചിരിക്കും. ഓന് കൊടുക്കുന്ന ദുനിയാവും അതിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം. ഏറ്റവും ലാസ്റ്റത്തെ മെമ്പർ ആദ്യമെല്ലാം പോകുന്നതിൻ്റെ കഥ ആലോചിച്ച് നോക്കി. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. അതിലാണ് മത്സരിക്കേണ്ടത്, ഏറ്റവും അധികം കിട്ടാൻ. നമ്മുടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ മത്സരം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒന്നാമത്തെ സഫിൽ 5 ലക്ഷം, രണ്ടാമത്തെ സഫിൽ 2 ലക്ഷം. ലക്ഷം പോലെ കാസർഗോഡൊക്കെ ലക്ഷം ഒരു വിഷയമേ അല്ല. ഓടി 5 കോടി ഫസ്റ്റ് സഫിൽ, രണ്ടാമത്തെ സഫിൽ 2 കോടി, അപ്പുറത്ത് 50 ലക്ഷം. ഇക്ബാൽക്ക പറഞ്ഞു, 5 മണി, വൈകുന്നേരം 5 മണി കറക്റ്റ്. ആ 5 മണിക്ക് ഫസ്റ്റ് ഈ സഫിൽ വന്ന് നിൽക്കുന്നവന് 5 കോടി. എത്ര ആളുണ്ടാവും? ആരും വന്നിട്ട് കാര്യമില്ല. ഇമാമ് നേരത്തെ പോക്കറ്റാക്കിയിട്ടുണ്ടാവും. അയാൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇരിക്കും. ഉറപ്പ് ദുനിയാവിൻ്റെ കാര്യമാണ്. അപ്പോൾ ആള് കൂടിയപ്പോൾ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എല്ലാവരും വന്നല്ലേ, നമുക്കൊരു മത്സരം വെക്കാം, ഒരു ഗുസ്തി മത്സരം. ആ ഗുസ്തി മത്സരത്തിൽ ആര് ജയിക്കുന്നോ അയാൾക്ക് 5 കോടി. സുലൈമാൻ ചോദ്യം പറയും, ഞാനുണ്ട് ഗുസ്തി മത്സരത്തിൽ. ഞാനും സുലൈമാൻ തമ്മിൽ ഗുസ്തി മത്സരം നടത്തിയാൽ എന്തായിരിക്കും കഥ? മത്സരം ഞാനുണ്ട് മത്സരം. കാരണം ഈ 5 കോടിക്ക് വരേണ്ട നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞു. ദുനിയാവിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അള്ളാഹു പറഞ്ഞു, വഫീ ദാലിക്, സ്വർഗം പറഞ്ഞിട്ടാണ് പറയുന്നത്, വഫീ ദാലിക്, ഇതിൽ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവരുണ്ടെങ്കിൽ മത്സരിച്ചോണി. ജയിക്കുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്, സെക്കൻഡും ഉണ്ട്, തേർഡുണ്ട്, പിന്നെന്തുണ്ട്? പ്രോത്സാഹനമുണ്ട്. ഇവിടെ എന്താ ജഗ്, പഴയ ഗ്ലാസ് പ്ലാസ്റ്റിക്കിൻ്റെ. അള്ളാഹുവിൻ്റെ പ്രോത്സാഹനമാണ് ഈ ദുനിയാവും അതിലെ 10 ഇരട്ടിയും. മത്സരിച്ചോളൂ, മത്സരിക്കണം, വിവാദത്ത് മത്സരിക്കണം. ഇത് നമ്മളങ്ങനെയല്ല. നമ്മൾ പുറത്ത് വന്നിട്ട് നോക്കും, മറ്റോനില്ല, ഓനില്ല എന്തായാലും, അപ്പോൾ പിന്നെ ഞാനും പോയിട്ടൊക്കെ പ്രശ്നമില്ല. ഓനുണ്ടെങ്കിലേ എനിക്ക് വരാൻ പറ്റൂ, ഓനില്ലെങ്കിൽ ഞാനും ഇല്ല. മുഅ്മിൻ അങ്ങനെയല്ല, ഓനില്ല എന്നാൽ ഞാൻ ഫസ്റ്റ് സഫിൽ, കാരണം അവനേക്കാളും അധികം. അതുകൊണ്ടല്ലേ ഉമർദാൻ പറഞ്ഞത്, ഈ അബൂബക്കറിന്റെ നന്മയിലൊന്ന് തോപ്പിക്കണം. അബൂബക്കർ സിദ്ദീഖും ഉമറും റളിയല്ലാഹു അൻഹുമാ അടികൂടിയാൽ ആരെ ജയിക്കാം? ഉമർ, ഒരു സംശയമില്ല. അബൂബക്കർ സിദ്ദീഖ് തന്നെ മെലിഞ്ഞൊട്ടിയ മനുഷ്യനാണ്. ഉമർ നല്ല തടിയും ആചാനബാഹുവാണ്, നല്ല ഗ്ലാമറും നല്ല മസിലും നല്ല പൊക്കവും തടിയും ഒക്കെയുള്ള മനുഷ്യൻ. കണ്ടാൽ പേടിയാവും ഉമറിനെ റളിയല്ലാഹു അൻഹു. ആര് വല്ല പേടിച്ചു? പിശാച് പേടിച്ചു വന്നാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആരും പേടിക്കണ്ടേ? ഉമറെ, നീ മദീനത്ത് ഇങ്ങനെ നടന്നാൽ ആ വഴിൻ്റെ അപ്പുറത്ത് ശൈത്താൻ വന്നാൽ ലസലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്, നിന്റെ വഴി വിട്ട് വേറെ വഴിക്കേക്കും പോവും നിന്നെ പേടിച്ചിട്ട്. അങ്ങനത്തെ ആളാണ്. അതുകൊണ്ട് ദുന്യവിയായി മത്സരിച്ചാൽ ഉമറെ ജയിക്കും. കാരണം അദ്ദേഹം ജാഹിലിയ്യത്തിൽ മക്കത്തെ ഗുസ്തിക്കാരനാണ്. മക്കത്ത് ഉമറിന്റെ അതീയ ഗോത്രത്തിന്റെ അഭിമാനമാണ് ഗുസ്തി മത്സരത്തിൽ. അദ്ദേഹം പറയാണ്, നന്മയിൽ അബൂബക്കർ സിദ്ദീഖിനെ തോൽപ്പിക്കണം. ഞാൻ അവസരം കാത്തു നിന്നു. അപ്പോഴാണ് യുദ്ധസമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഓർഡർ വന്നത്, പൈസ ആവശ്യമുണ്ട്, ഉള്ളവരെന്ത് ചെയ്യുക, മദീന പള്ളിയിൽ ഒരുമിച്ച് കൂട്ടുക. അങ്ങനെ റസൂലുള്ളാഹി മിമ്പറുമെന്നാണ് പറയുക. പള്ളിയിൽ കയ്യിലുള്ളതെല്ലാം വന്ന് വെക്കും സഹാബാക്കൾ. ചിലപ്പോൾ കുന്നുപോലെയാവുമെന്ന് പറയാൻ, തുണി ഉണ്ടാവും, വാളുണ്ടാവും, പരിചയം ഉണ്ടാവും, ചിലപ്പോൾ ആടായിരിക്കും, ചിലപ്പോൾ ഒട്ടകായിരിക്കും, ചിലപ്പോൾ പൈസയായിരിക്കും. അങ്ങനെ കൈമൽ എന്തുണ്ടോ അത്. അങ്ങനെ ഞാനും കൊണ്ടുവന്നു. ഉമർ പറഞ്ഞെന്തറിയോ, നമ്മളിങ്ങനെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിൽക്കുന്നു, ഒന്നാം റസൂൽ വന്നു, നേരെ വന്ന് എൻ്റെ അടുത്ത്, ഉമറിൻ്റെ അടുത്ത്. ഉമറിനോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക യാ ഉമർ, എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ മറുപടി വേറെയാണ്. പക്ഷെ ചോദിച്ചത്
നീ എന്ത് ബാക്കി വെച്ചു എന്നാണ്. ഉമർ പറഞ്ഞു അബ്ഖൈതു നിസ്ഫ മാലി, എൻ്റെ സ്വത്തിൻ്റെ പകുതി ബാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ പകുതി ഞാൻ എന്ത് ചെയ്തു കൊണ്ട്. നമ്മൾ കൊണ്ട് പറ്റുമോ? കഴിയില്ല, നമുക്ക് കഴിയില്ല. ഈ കഥ തന്നെ പറയാനേ പറ്റുള്ളൂ. 5 കോടിയുടെ സ്വത്തുള്ള ഒരാൾ പകുതി എത്ര? 2.5 കോടി സ്വത്ത് പള്ളി കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അവനെ പറ്റി നമ്മളെന്ത് പറയും? എന്ത് പോയി ചങ്ങായി ഭ്രാന്തായിട്ടായി പോയി അവന്, ഇത്ര മക്കളുണ്ട്, അതൊന്നും ചിന്തിക്കുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖിൻ്റെ ഉപ്പ പറഞ്ഞ വാക്കത് മക്കളോട്, എന്താ നിങ്ങളുപ്പ ഇങ്ങനെ, നിങ്ങൾക്കൊന്നും വെക്കണ്ടേ, ഇതെല്ലാം കൊടുത്തിട്ട് തീർക്കാണോ? അപ്പോഴാണ് അസ്മാ റളിയല്ലാഹു തന്നെ പറഞ്ഞത്, ഉപ്പാപ്പക്ക് കണ്ണാണല്ലോ, ഉപ്പ നാണയം വെക്കുന്നൊരു തോട്ടയുണ്ട്, അവിടെ വെച്ച് കല്ല് വാരിയിട്ടു, അതിൻ്റെ മുകളിൽ ഒരു കട്ടിയുള്ള തുണി വെച്ചു, കണ്ണ് കാണാത്ത ഉപ്പാപ്പൻ്റെ കൈ കൊണ്ടിട്ട് അവിടെ വെച്ചു. കുറച്ച് പൈസ ബാക്കി വെച്ചല്ലേ, എൻ്റെ ഉപ്പ കുറച്ച് വെക്കാണ്ട് ഫുള്ള് കൊടുക്കൂല മോള്, ഉപ്പാൻ്റെ മോള്. ഉമർ പറഞ്ഞു നിസ്ഫമാനി, എൻ്റെ സ്വത്തിൻ്റെ പകുതിയുള്ള റസൂലേ. അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു. അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ്. മാ അബ്ഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് എന്താ ബാക്കി വെച്ചത്? അബ്ഖൈതുല്ലാഹ വറസൂല, അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെ എന്ന് വെച്ചാൽ ഉള്ളത് മൊത്തം കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ പറഞ്ഞു ഈ പരിപാടി അബൂബക്കറിൻ്റെ അടുത്ത് നടക്കൂല, നന്മയിൽ അബൂബക്കറിനെ തോൽപ്പിക്കാൻ സാധിക്കൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ 8 വാതിലുകളും ഓരോരുത്തരെയും വിളിക്കുന്നതായിട്ട് പറഞ്ഞു കൊടുത്തു. നോമ്പുകാരെ വിളിക്കും, നിസ്കാരക്കാരെ വിളിക്കും, നീതി പാലിക്കുന്ന ആൾക്കാരെ വിളിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, 8 വാതിലും ആരെങ്കിലും ഒരാളെ വിളിക്കുവാണ്? തങ്ങൾ പറഞ്ഞു ഞാൻ അർജു അൻ തകൂന മിൻഹും, നീ ആ കൂട്ടത്തിൽ പെട്ടതാണ്, നിന്നെ സ്വർഗത്തിന്റെ 8 വാതിലും വിളിക്കും. അങ്ങനത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മത്സരിക്കേണ്ട നന്മയിലാണ്. ഈ 2 ദിവസം മത്സരിക്കണം നന്മയിൽ. വേറൊരു പള്ളിയിലുണ്ട് ചില മനുഷ്യന്മാർ, ഇത്തികാഫിലുള്ള മനുഷ്യന്മാർ, അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെ ഉണ്ടല്ലോ, അവൻ ഫുൾ എപ്പം നോക്കുമ്പോഴും കൈമല് ഒന്നുകിൽ ഫോണിൻ്റെ ഖുർആൻ അല്ലെങ്കിൽ നമ്മളെ മുസ്താഫിയുടെ ഖുർആൻ പോകുന്നുണ്ട്. നല്ല ദുആ ചെയ്യാൻ പറ്റിയ ടൈമിൽ അവരെ നോക്കുമ്പോൾ അവരിങ്ങനെയുണ്ട് സഫിൻ്റെ മൂലക്ക്. ഭാഗ്യവാന്മാർ. അവരെ കണ്ടിട്ട് അസൂയവരാണ്. ഈ ക്ലാസ് എടുക്കുന്ന ഉലമാരായ നമുക്കും അങ്ങനെ ഖുർആൻ പറ്റുന്നില്ല. അതിൽ വേണം അവര് മത്സരിക്കാൻ. കാരണം എന്താ അറിയോ, കിട്ടാൻ ഉണ്ട്. അവസരം നഷ്ടപ്പെടുത്തിയവൻ നാളെ ആഖിറത്തിൽ അള്ളാന്റെ കോടതിയിൽ വല്ലാണ്ട് കരി. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മുഹ്ദറ വമാ അമിലത് മിൻ സൂ. ഓരോ നഫ്സും നാളെ മഹ്ശറിൽ അവൻ ചെയ്തു വെച്ച നന്മയും കാണും തിന്മയും കാണും. തവദ്ദു ലൗ അന്ന ബൈനഹു വബൈനഹു അമദൻ ബഈദ. അവിടെ തിന്മ കാണുന്ന മനുഷ്യൻ ആഗ്രഹിക്കും അവൻ്റെയും അവൻ്റെ തിന്മൻ്റെയും ഇടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ചെയ്യാതിരുന്നെങ്കിൽ എന്നവിടെ നിന്ന് കൊതിക്കും. അള്ളാഹു പറഞ്ഞു, അള്ളാഹു അവനെപ്പറ്റി നിങ്ങളോട് താക്കീത് ചെയ്യുന്നു. ദേഷ്യം പിടിച്ചാൽ കുറച്ച് കടുപ്പക്കാരനാണ്. അവസരങ്ങൾ തന്നിട്ട് SSLC എക്സാം എഴുതി, ഒരു വിഷയത്തിൽ പൊട്ടി, എന്ത് ചെയ്യാം? എഴുതിക്കൂടെ? പിന്നെയും പൊട്ടി, എന്ത് ചെയ്യാം? പിന്നെയും പൊട്ടി. ഉപ്പെന്ത് പറയും? അതിന് തലയിൽ മതിയാക്കും, മലവാ എൻ്റെ പേരും ദുബൈയിലേക്ക് പോവാ, പകേശം പിടിക്കും. അള്ളാഹ് കുടിക്കില്ല, ഒരിക്കലുമില്ല. പിന്നെയും എഴുതി, പിന്നെയും പൊട്ടി. പേപ്പർ നോക്കുന്ന മാഷിന് ഏകദേശം അവൻ്റെ പേപ്പർ മനസ്സിലായി. കാസർഗോഡ് മേൽപ്പറമ്പിലെ ഏതോ ഒരു ചങ്ങായിൻ്റെ പേപ്പറായത്. എല്ലാ വർഷവും വരുന്നുണ്ട്, മതി ഇനി അവൻ്റെ പേപ്പർ വരണ്ട, പോട്ട് 100 മാർക്ക് 110 മാർക്ക് പോ. ചിലപ്പോൾ മാഷ് അങ്ങനെ ചിന്തിച്ചേക്കാം, പക്ഷെ ഇതിൽ ആ ചിന്ത ഉണ്ടാവില്ല. ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ ഇനി ഒന്നും കൂടി എഴുതാനുള്ള ചാൻസ് ഇല്ല. അള്ളാഹു പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ വിട്ടുതരും, പോട്ടെ 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 പറഞ്ഞു. അവിടെ എത്തിയാൽ ദേഷ്യം പിടിപ്പിച്ചതിനോട് ദേഷ്യം പിടിച്ചാൽ ഒരു രക്ഷയില്ല. അള്ളാഹു നിങ്ങളോട് താക്കീത് ചെയ്യുന്നു, നഫ്സഹു അവനെ കുറിച്ച് സൂക്ഷിച്ചോളണം, ദേഷ്യം പിടിപ്പിക്കരുത്. ബനു ഇസ്രായേൽ ദേഷ്യം പിടിപ്പിച്ചു, എന്താ ആക്കിയെന്നറിയോ?
ജിബ്രീലിനെ വിട്ടു. ജിബ്രീലെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് വാ. ജിബ്രീൽ തൻ്റെ ചിറക് കൊണ്ട് ഫജഅൽന ആലിയഹ സാഫിലഹ, മുകളിൽ താഴെയും താഴെ മുകളിലും ആക്കിയിട്ട് മറിച്ചിട്ടു. ഒറ്റ അടിക്ക് തിരിച്ചിട്ടു. മുകളിലുള്ളതെല്ലാം താഴെ, താഴെയുള്ളതെല്ലാം മുകളിലും. ഒറ്റ സെക്കൻഡ് കൊണ്ട് സംഭവം ഖലാസ് ജിബ്രീൽ പോവുകയും ചെയ്തു. ഫലമ്മ ആസഫൂന, അള്ളാഹു പറഞ്ഞു, എന്നെ അവർ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ ഇൻതഖംന മിൻഹും, ഞാൻ അവരോട് നടപടി സ്വീകരിച്ചു. അള്ളാഹു പറഞ്ഞെന്തറിയോ? അതിന് നിൽക്കണ്ട, നമുക്ക് താങ്ങാൻ കഴിയൂല. അതുകൊണ്ട് അവസരം തന്നത് ഉപയോഗപ്പെടുത്തിക്കോളി. ചാൻസ് മുതലെടുത്തിട്ട് കഴിയുന്നത്ര ഞാനുമായിട്ടുള്ള കണക്ഷൻ ഒന്ന് നേരെയായിക്കോളി. ഇത് പറ്റിയ അവസരമാണ്. റമദാനിൽ കിട്ടുന്നത് പോലെ അധിക സമയം പള്ളിയിൽ ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് റമദാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല, 100% ഉറപ്പാണ്. എന്താ കാരണം? ചങ്ങായി ജയിലിലാണ്, ഒന്നില്ല. നാളെ രാത്രി ഒന്നുകിൽ ഇല്ലെങ്കിൽ മറ്റന്നാൾ രാത്രി എന്തായാലും റിലീസാവും. പരലോട്ടു അടുത്ത നോമ്പ് വരെ. ഓൻ്റെ വരവൊന്ന് ആലോചിച്ച് നോക്കി. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വരവ് എന്തൊരു ദേഷ്യമായിരിക്കും മനസ്സിലുണ്ടാവില്ല. എന്തൊരു പകയുള്ളിൽ വെച്ചിലേക്ക് വരുന്നുണ്ടാവുക. ഞാൻ ഇല്ലാത്ത സമയം നോക്കും, നീ പള്ളിയിൽ തന്നെ പോയിരുന്നല്ലേ, കാണിച്ചുതരാൻ മോനെ, ഞാൻ അടുത്ത പരിപാടി കൊണ്ട് വരുന്നുണ്ട്. എന്നെ ജയിലിട്ട് സമയം നോക്കിയിട്ട് മേപ്പറമ്പ് പള്ളി നിങ്ങൾ നിറച്ചു അല്ലേ, വാ. ആ ദേഷ്യത്തിലേക്ക് വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ചൊവ്വാന്റെ പിറ കാണലോടുകൂടി പലരും അവന്റെ പിടുത്തത്തിൽ മഹരിസ്കരിക്കുന്നു, വെള്ളം കുടിക്കുന്നു, നോമ്പുറിക്കുന്നു, ഓടുന്നു, എങ്ങോട്ടാ? ബാർബർ ഷോപ്പിൽ. കാരണം ഇത് ചൊറിഞ്ഞിട്ട് 30 ദിവസമായിട്ട് ഇവന് ഒരു സമാധാനമില്ല. ഇങ്ങോട്ടി പോയിട്ട് മോനെ ബാർബർ, ബംഗാളിയല്ലേ, അയ്യേ ജലത്തിരിക്കാലോ ഭയോ, കഴുത്തിൽ എന്തോ കൊലക്കയറിട്ട പോലെയാണ് ഇത് ഇട്ടിരിങ്ങനെ. പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് ടീം കലാസ് ഷെയ്ത്താൻ ബാക്കെന്ന്. ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇവർക്ക് ഞാൻ ഇറങ്ങാൻ കാത്തിക്കാന്ന്. ഇത് ഞാൻ വന്നു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇയാൾ ഖലാസ് ഇവനെന്താ ഉണ്ടാക്കി നോമ്പിന് ഷെയ്ത്താൻ ചോദിക്കുന്നുണ്ടാവും. നീല എന്താ ആക്കിനി ഒരു മാസവും, ഞാൻ വരുമ്പക്കനെ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞോ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് റമദാനിൽ കിട്ടുന്ന പോലത്തെ ഒരവസരം ഇല്ല. ബാക്കി 11 മാസത്തിൽ, ദുൽഹജ്ജ മാസത്തിൻ്റെ 1 തൊട്ട് 10 വരെയുള്ള ഹജ്ജിന്റെ ദിവസങ്ങളിൽ പോലും ഈ അവസരം കിട്ടില്ല. അല്ല പറയാം, താക്കീതാണ്, ശ്രദ്ധിച്ചോളി, ദേഷ്യം പിടിപ്പിക്കണ്ട. ഫിർഔന്റെ അടുത്ത് എത്ര അവസരം എന്താ കൊടുത്ത്? ഫിർഔന് എത്ര അവസരം കൊടുത്ത്? ബനൂ ഇസ്രായേലിന് എത്ര അവസരം കൊടുത്ത്? ലാസ്റ്റ് ടൈമിൽ ദേഷ്യം പിടിച്ചപ്പം നടപടി ഒന്ന് സ്വീകരിച്ചു. ഫഗശിയഹും മിനൽ ലമ്മി മാ ഗശിയഹും, മുക്കി. അന്നേരം ഫിർഔൻ എന്ത് പറഞ്ഞു? ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, ഇതാ മൂസാന്റെ ഹാറൂൻ, ഞാൻ വിശ്വസിച്ച് എന്നെ രക്ഷപ്പെടുത്ത്. അള്ളാഹ് പറഞ്ഞു മതിയടാ, ഇനി വേണ്ട, ഖലാസ് കഴിഞ്ഞു. ദേഷ്യം പിടിച്ചു പോയി. അള്ളാഹു കാകട്ടെ. ദുനിയാവിൽ നമ്മളെ വീട്ടിലുള്ള നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാളുണ്ടാവും, അയാൾക്ക് ദേഷ്യം പിടിക്കും എന്ന് നമ്മൾ പേടിക്കുന്ന ആളുണ്ടാവും, ആരെങ്കിലൊക്കെ ഉണ്ടാവും. അതുപോലെയല്ലല്ലോ ഈ പറഞ്ഞ പേടി, ഇത് റബ്ബുൽ ആലമീന്റെ പേടിയല്ലേ. പക്ഷേ അള്ളാഹു അവന്റെ ദേഷ്യവും കോപവും പറഞ്ഞ് പേടിപ്പിച്ച ഉടനെ ആയത്തിന്റെ അവസാനം എന്താ അറിയോ? എനിക്ക് അങ്ങനത്തെ ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ സ്വഭാവം ഉണ്ടെങ്കിലും അടിമകളെ, ഞാൻ പിന്നെയും കൃപയുള്ളവനാണ്, ഞാൻ കൃപയുള്ളവനാണ്. അവൻ പറഞ്ഞില്ലേ 30ാമത്തെ ദിവസം വന്നിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, ഇതുവരെ നോമ്പന്നെ എടുത്തില്ല. ഇന്ന് രാത്രി വന്നിട്ട് അവൻ സുജൂദിൽ നിന്ന് പൊങ്ങുന്നില്ല. കരച്ചലും നിലവിളിയും മോത്തും ദുആയും. സ്വാഭാവികമായി നമ്മൾ കേൾക്കുന്ന എന്തേ പറയുള്ളൂ? 2 കാര്യം പറയും. ഒന്നും തറിയോ, ഇപ്പം കയറി വന്നില്ല ലാസ്റ്റ് ബിരിയാണി ചെമ്പ് പഠിക്കാൻ. പിന്നെന്താ പറയാൻ അറിയോ? എന്ത് ഇന്നുണ്ട്, നാളെ പിന്നെയും പോകും. ഇതാ നമ്മൾ പറയാ. അള്ളാഹു അത് പറയില്ല, അള്ളാഹു അത് പറയൂല. റഊഫും ബിൽ ഇബാദ്. അങ്ങനെ വന്ന് കിടക്കുന്നതിനോട് ഇഷ്ടമാണ്, പിന്നെ വന്നുകൊണ്ട് സ്വീകരിക്കും. റഊഫ്, റുഫത്തുള്ളവനാണ്, കൃപയുള്ളവനാണ്. എന്ത് ചെയ്താലും ഒരു മമത അടിമനോട് അവന് ബാക്കിയുണ്ട്, അത് വെച്ചിട്ട് കബൂലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, പറഞ്ഞു വന്ന ഇതാണ്, റമദാൻ പോവലായി. ഒരുപാട് നന്മയും കൊണ്ടുവന്ന ഒരാൾ
വീട്ടിലേക്ക് വന്ന ഭർത്താവിനെയും ഉപ്പാനെയും ഗൾഫിൽ നിന്ന് വന്ന ആൾ തിരിച്ചു പോകുമ്പോഴുള്ള അവസ്ഥ എന്താ? നിങ്ങൾ പറയും, നിങ്ങൾക്കെല്ലാം ഗൾഫാറല്ലേ നവാസ്റ്റ? 30-35 കൊല്ലമായി ഗൾഫിൽ നിന്ന് വന്ന് പോകാൻ തുടങ്ങിയിട്ട്. എല്ലാ ഗൾഫുകാരും പറയും ഇപ്പോഴും പോകുമ്പോൾ ഒരു ആവേശം. പാസ്പോർട്ട് പിന്നെ എടുക്കാൻ പറഞ്ഞു ആവേശം കൊണ്ട്. എയർപോർട്ടിലെത്തി നോക്കുമ്പോൾ പാസ്പോർട്ടില്ല. ഇനി 5 മണിക്കൂർ തിരിച്ചു പോകണം റൂമിലേക്ക്. പോകുമ്പോൾ എൻ്റെ ഫ്ലൈറ്റും പോയി. പിന്നെയും 2 മാസം അവിടെ തന്നെ. ആവേശം കൂടി പോയി. നാട്ടിലേക്ക് വരുമ്പോൾ സന്തോഷം ഉണ്ടാവും. മക്കൾക്ക് എന്തായിരിക്കും സന്തോഷം? ഉപ്പ വരുന്നുണ്ട്, ഇതിലോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും. ഉപ്പ ഇങ്ങനെ 2 കൊല്ലത്തിൽ ആഴ്ചക്ക് വെള്ളിയാഴ്ച ലീവ് കിട്ടുമ്പോൾ ഒന്ന് മാർക്കറ്റിൽ പോകും. ഇങ്ങനെ വലുതും ഒരു കളിപ്പാട്ടം കാണും, അവിടെ വാങ്ങും. കട്ടിൻ്റെ അടിയിൽ ഒരു പെട്ടി ഉണ്ടാവും, അതിലിടും. 2 കൊല്ലം കഴിഞ്ഞ് പോകേണ്ടത്രേ. പിന്നെ അടുത്ത വെള്ളിയാഴ്ച ലീവ് കിട്ടി, അപ്പോഴും പോയി നോക്കുമ്പോൾ ഒരു നല്ല ചുരിദാർ, ഇതെൻ്റെ ഓണ കളറിൻ്റെ ചേരും, കിടക്കട്ട് വാങ്ങിയിട്ട് ആ പെട്ടി കൊണ്ടുപോയിട്ടു. ഏകദേശം 5-6 മാസം കഴിയുമ്പോൾ ചങ്ങായിമന് പറയും, മോനെ ഒന്ന് തൂക്കി വെക്കണ, കുറേ അതിൻ്റെ കൊണ്ട് കയറ്റുന്നു. അപ്പോൾ വെറുതെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ, ഇല്ലപ്പോൾ 10 കിലോ ആയിട്ടുള്ളൂ, 25 കൊണ്ടുപോവാം, എയർ ഇന്ത്യ അല്ലേ, അവിടെ വെക്കും. ഇങ്ങനെ വാങ്ങിയിടും. വരുന്നതിൻ്റെ അന്ന് എന്ത് ചെയ്യും? ഒന്ന് കയറെല്ലാം കെട്ടി അപ്പുറത്തെ റൂമിൽ നിന്ന് മറ്റേ സാധനമെല്ലാം കൊണ്ടുവന്നിട്ട് തൂക്കി നോക്കുമ്പോൾ അയ്യോ 35 കിലോ. എന്താക്കണം? 5 കുറച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ റമദാൻ്റെ ലാസ്റ്റ് നമ്മൾ തൂക്കുമ്പം 35-ന് പകരം 400 കിലോ. എന്താ അവസ്ഥ? എടുത്ത് മാറ്റി വെക്കലല്ല. മാഷാ അല്ലാഹ്, ഇവനാണ് ബുദ്ധിമാൻ. ഇടയ്ക്കൊക്കെ തൂക്കി വെക്കണം. ഈ ലാസ്റ്റ് ടൈമിലൊന്നും തൂക്കണം. എങ്ങനെയുണ്ട് റമദാൻ്റെ? ഇങ്ങനെ സാധനമായും കൊണ്ടുവന്നിടും. അതായിരിക്കും മക്കൾ പ്രതീക്ഷ. വരുമ്പോൾ ആ ഉപ്പ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ മക്കൾക്കൊരു ടെൻഷൻ. ഇപ്പോൾ വന്നാൽ വീഗാലാൻഡിൽ പോകുന്നു, പിന്നെ പള്ളിക്കര ബീച്ചിൽ പോകുന്നു, ഒട്ടകത്തുമ്മ കയറാൻ പോകുന്നു, ഗോൾഡൻ ബേക്കറി തിന്നാൻ പോകുന്നു. പരസ്യമാണേ, അത് കാണണം, കാണേണ്ട പോലെ കാണണം. ഗോൾഡൻ ബേക്കറി തിന്നാൻ പോകുന്നു. അങ്ങനെ സന്തോഷം. ഉപ്പ പോകുമ്പോൾ ഒരു ടെൻഷൻ. റമദാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറും എന്നാ പറഞ്ഞത്, അതാക്കും ഷഹ്റു റമദാൻ ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ സമിത വന്നിരിക്കുന്നു. പോകുമ്പം ഒരു വിഷമം ഉണ്ടാക്കണം. തൂക്കി നോക്കണം, എങ്ങനെ ഉണ്ട് എന്നുള്ള അറിയണം. ഒരുപാട് ചെയ്യാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയും നാളെ ആഖിറത്തിൽ, യബ്ന ആദം, ആദമിന്റെ മോനെ, ഇന്നമാ ഹിയ അഅമാലുക്കും, ഇതാ നിങ്ങൾ ചെയ്ത അമലുകളെല്ലാം കൃത്യമായിട്ട് ആ പെട്ടിയിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. കൃത്യം. ഉഹ്സിഹാലക്കും, ക്ലിപ്തപ്പെടുത്തി തയ്യാറാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നും അങ്ങോട്ട് വീണ് പോയിട്ടില്ല, ഇല്ലാത്തൊന്നെടുത്ത് വെച്ചിട്ടില്ല. സുമ്മ ഉവഫിയക്കും ഇയ്യാഹ, ഇനി ഇത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കൂലി തരിക. ഇപ്പൊ നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട്. ഇപ്പോൾ റമദാൻ മാസത്തിലുള്ള നോമ്പെടുത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മളെല്ലാം പെട്ടിയുടെ വലുപ്പം വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന, പ്രസംഗിക്കുന്ന, ഇമാം വെക്കുന്ന എൻ്റെ വെട്ടി ഇത്രയും ഉണ്ടാവും. അതേസമയം രാത്രി ഉറക്കം വെച്ച് സുലൈമാച്ചാറെ വെട്ടിയോ ഈ പള്ളിയിൽ വെച്ച തികയില്. ചിലപ്പോൾ എന്നെ നിങ്ങളെയൊക്കെ അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അവിടെ വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് കൂലി തരിക. അത് നോക്കിയിട്ട്, നിങ്ങൾ ചെയ്തത് നോക്കിയിട്ട്. അള്ളാഹു പറയാണ്, ഫമൻ വജദ ഖൈറാ, നോക്കുമ്പോൾ നന്മയാണ് കാണുന്നതെങ്കിൽ നോമ്പ്, സദഖ, നിസ്കാരം, ഖിയാമുൽ ലൈല്, ദുആ, നോമ്പുറപ്പിക്കല്, പാവങ്ങൾക്ക് വസ്ത്രം കൊടുക്കല്, ഭക്ഷണം കൊടുക്കല്, പെരുന്നാൾക്ക് പിള്ളേർക്ക് ഉപ്പായം വാങ്ങിച്ചു കൊടുത്ത്, അങ്ങനെ ഇഷ്ടം പോലെ കാണുന്നെങ്കിൽ ഫല്യഹ്മദില്ല, നീ അള്ളാഹുവിനെ സ്തുതിച്ചോളിൻ, അവൻ നിനക്ക് വലിയ ഭാഗ്യമാണ് തന്നത്. വമൻ വജദ ഗൈറ ദാലിക്, ഇനി അതല്ല അവിടെ കാണുന്നതെങ്കിൽ നോമ്പെടുക്കേണ്ട പോലെ എടുത്തിട്ട, തിന്നിട്ട കുടിച്ചിട്ട, അത് ഓക്കെ, പക്ഷെ ബാക്കിയൊന്നും ശ്രദ്ധിച്ചില്ല. 5 നേരത്തെ ഫർദ് നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാൻ റമദാൻ മാസത്തിൽ സാധിച്ചിട്ടില്ല. തറാവീഹ് നേരെ ചൊവ്വ ഇതുവരെ നിസ്കരിച്ചില്ല. അവസാനത്തെ 10 എൻ്റെ റസൂൽ എനിക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് രാത്രി ഞാൻ പള്ളിയെ ജീവിപ്പിക്കേണ്ടതായിരുന്നു. അതിനും എനിക്ക് പറ്റിയില്ല. വയസ്സന്മാരും ഒക്കെ, രോഗികളൊക്കെ, പെണ്ണുങ്ങളൊക്കെ, അതല്ലാത്തവർക്കെല്ലാം വാജിബല്ല, ചെയ്യേണ്ടത് പള്ളിയിൽ വന്നിട്ട് ജീവിപ്പിക്കലായിരുന്നു. അതും വന്നില്ല. അള്ളാഹു പറയാൻ എന്താ അറിയോ? ചങ്ങായി ഒന്നുമില്ലടോ,
നിന്റെ പെട്ടിയിലൊന്നുമില്ല, നീ ഒന്നും ചെയ്തിട്ട, നിന്റെ കൈമാർ ഇഷ്ടം പോലെ ചെയ്തിട്ട് കൊണ്ട് നീ എന്താക്കിനു, നീ എന്താക്കി ഒരു മാസം? നിന്നെ ആരാ ചതിച്ചതാരാ, പറ്റിച്ചതാരാ, എന്ത് പറ്റി നിനക്ക്? ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, ആരെ കുറ്റം പറയണ്ട, നീ നിന്നെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. നീ ശ്രദ്ധിക്കണമായിരുന്നു, നീ കുറച്ച് ഗൗരവം കൊടുക്കണമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എന്നോടും നിങ്ങളോടും കൂടിയാണ്. ലാസ്റ്റ് ദിവസങ്ങളാണ്, കഴിവിൻ്റെ പരമാവധി ഈ 2 ദിവസത്തെ ഉപയോഗിച്ചോളി. അടുത്ത റമദാനിലൊക്കെ ലാസ്റ്റ് 10 ആയാൽ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നസീബാക്കട്ടെ. നമ്മളൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ അവസാനത്തെ 10ന്റെ സുന്നത്ത് ഹയാത്താവണം. അതായത് രാവും പകലും പള്ളിയിൽ ഇഅ്തികാഫിന് മുഅ്മിനുകൾ ഉണ്ടായിരിക്കണം. സഹാബാക്കളുടെ ജോലി അതായിരുന്നു, മുൻഗാമികളുടെ എല്ലാം. രാത്രിയിൽ നീണ്ട 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 റക്അത്തുകളുള്ള നിസ്കാരം നടക്കണം. 10 മണിക്ക് തുടങ്ങണം നിസ്കാരം. വേണ്ട, ഇപ്പോഴേ ഒരു ഇതില്ല. പിന്നെ നോമ്പ് വന്നാൽ എങ്ങനെ എനിക്കും കഥ ഇപ്പം തന്നെ അറിയില്ല. ചെയ്യാൻ തീരുമാനമില്ലെങ്കിലും ഒന്ന് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആവശ്യം ഉണ്ടാക്കാനെങ്കിലും പറഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് അതുമില്ല. 10 മണിക്ക് തുടങ്ങണം. 2 റക്അത്ത് കഴിയുമ്പോൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള 2 റക്അത്ത് നിൽക്കണം. നോട്ട് മാറാൻ എത്ര മണിക്കൂർ നിലമുണ്ട്? മോദി വന്നപ്പോൾ നോട്ട് മാറാൻ പൊരിഞ്ഞ വെയിലത്ത് UP-യിലൊക്കെ പോലീസിൻ്റെ അടിയും കൊണ്ടിട്ടാണ് നിന്നത്. എത്ര പോട്ട് കൊറോണ വന്നപ്പം ആരോ പറയുന്നിട്ട് പിന്നെ അനാദിപ്പീടി ആരോ തുറന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചട്ടിയും കുടുക്കെടുത്ത് ഓടിയില്ല ക്യൂ നിൽക്കാൻ, അരി വാങ്ങാൻ, പയറ് വാങ്ങാൻ. ആകതേ ഉള്ളൂ അരിയും പയറും, എന്നാലും അതിന് ക്യൂ. അള്ളാഹു അങ്ങനത്തെ അവസ്ഥയത്തോട്ട് കാക്കട്ടെ. നിൽക്കണം. അള്ളാഹു തന്ന 2 ടയറല്ലേ. ഇത് ഉരുളുന്നോണ്ടല്ലേ നമ്മൾ ദുനിയാവിങ്ങനെ ജീവിക്കുന്നത്. ഈ സാധനം ഉള്ളതുകൊണ്ടല്ലേ ഞാനായതും നിങ്ങളായതും. ഇതൊന്ന് പോയി നോക്കട്ടെ. ഞാനും നിങ്ങളും ഒന്നുമല്ല, ഒരു വകക്ക് കൊള്ളൂല ഈ സാധനം ഇല്ലെങ്കിൽ. ഇതില്ലാത്തവൻ്റെ ജീവിതം നോക്കിയൊക്കെ അവരോട് ചോദിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ട്. അവരെയും മോട്ടിവേഷൻ്റെ രീതിയിൽ പറയും നമ്മളോട്, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജീവിച്ച് കാണിക്കും. എന്നാലും അള്ളാഹു അവർക്ക് നമുക്ക് ആഫിയത്ത് തരട്ടെ. എന്നാലും ഇത് പോയാൽ പോയത് തന്നെയാണ്. പോകുന്നതിന് മുമ്പ് അള്ളാഹിൻ്റെ മുമ്പിൽ ഒന്ന് തെളിയിച്ചു കൊടുക്കണം, ഭായി ഞാൻ തയ്യാറാണ്. അതല്ലേ ഷഹാദത്ത്. നീണ്ട നിസ്കാരം 2 റക്അത്ത് കഴിയുമ്പോൾ ഇക്ബാൽച്ചാൻ്റെ വക സമൂസ, പള്ളി വക എല്ലാം ഓരോ സെഫിൽ ഓരോ സമൂസ. പിന്നെ ആർക്കും കഷ്ട കൊണ്ടുവരാം, ഗോൾഡൻ ബേക്കറി എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. എല്ലാവരും തിന്നും മധുരം. 2 റക്അത്ത് കഴിഞ്ഞ് എല്ലാവരും തിന്ന് എല്ലാവരും റീഫ്രഷായി. പിന്നെ അടുത്ത 2 റക്അത്ത്. അങ്ങനെ ഒന്ന് പള്ളിയിൽ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒരു രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കണ്ടേ? ഇതൊന്നാം റസൂൽ ചെയ്തല്ലേ, സഹാബാക്കൾ ചെയ്തല്ലേ, മുൻഗാമികൾ ചെയ്തല്ലേ. നമ്മൾ നിയമം നീ എന്തുവായി പറയുന്നത്? കരുണയുടെ മതം, പിന്നെന്തിൻ്റെ എന്താ പറയാ, കാരുണ്യത്തിൻ്റെ മതം. എന്തിനാ വെറുതെ നിർത്തിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? ആയിക്കോട്ടെ, കരുണയും എന്താണ് കാരുണ്യവുമാണ് നിങ്ങൾ ചെയ്യേണ്ട, നമ്മൾ നിന്നോളാം. ഞാൻ അവിടെ എത്തിയിട്ട് പറയരുത്. ഖുർആൻ പറഞ്ഞു അവിടെ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് സംസാരിക്കും. മുഅ്മിനീങ്ങൾ സംസാരിക്കുമ്പോൾ എന്റെടാ നീ എങ്ങനെയാണ് ആടെ എത്തിയത്? അപ്പം മേൽപ്പറമ്പ് പള്ളിയിൽ ഖിയാമുല്ലയിലുണ്ടായിരുന്നു രാത്രി. ഞാൻ കുത്തനെ നിന്ന് കുറച്ച് മണിക്കൂർ. കാലുവേദന എടുക്കുന്നു, നടുവേദന എടുക്കുന്നു, ഇമാമിനാണെങ്കിൽ ചവിട്ടാനുള്ള ദേഷ്യം മനസ്സിൽ വരുന്നു. പക്ഷെ പിടിച്ചു നിന്നു. അതന്നെ ഇത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമ്പോൾ പറയും. നിർബന്ധമല്ല, വാജിബേ അല്ല, ഒരു നിർബന്ധമില്ല. നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു സോഫ കൊണ്ടുവരാ, ഇരിക്കുക. ഇമാമിങ്ങനെ ഓതും നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ. അതൊരു ഒരു ഒരു അർപ്പണമാണ്. ഇൻഖിയാദ. അള്ളാഹുവേ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. നേരം വിളിക്കുന്നവരെ ഞാൻ റെഡിയാണ്. എൻ്റെ നബി നിന്നു, പിന്നല്ലേ ഞാൻ. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാപ്പ ഇങ്ങനെ നിൽക്കുന്നു? റസൂലുള്ളാഹിന്റെ കാലിങ്ങനെ പൊന്തി വരുന്ന കാണുകയാണ് വീട്ടിൽ നിന്ന് നീര് കെട്ടിയിട്ട്. എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? പാപം മാപ്പായി കിട്ടണ്ടേ? ചോദിച്ചിട്ടില്ല. ആയിഷ എനിക്ക് സ്വർഗത്തിൽ ദറജ കിട്ടണ്ടേ? ചോദിച്ചിട്ടില്ല. ആയിഷ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നടത്തി കിട്ടണ്ടേ? ഇല്ല. അഫല അകൂന അബ്ദൻ ശകൂറ. നന്ദി കാണിക്കണ്ടേ ആയിഷ എൻ്റെ റബ്ബിനോട്? എന്ത് നന്ദി? ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നതിൻ്റെ നന്ദി.
അതങ്ങനെ കാണിക്കേണ്ടത്. നിന്നിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ ഞാൻ തയ്യാറാണ്. നീണ്ട നിസ്കാരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പോലെ. സഹാബാക്കൾ പറഞ്ഞു, നമ്മളെ ഇമാം 100 കണക്കിനായ തോന്നും. എല്ലാ സഹാബാക്കളും പണ്ഡിതന്മാരാ, എല്ലാവരും പണ്ഡിതന്മാരും ആത്മീയങ്ങളും അല്ല. കൊല്ലന്മാരുണ്ട്, ആശാന്യമാരുണ്ട്, ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ നിൽക്കും. നമ്മൾ നിൽക്കാൻ പറ്റാണ്ടാകുമ്പോൾ വടിയും കുത്തി അല്ലെങ്കിൽ വാളും കുത്തിയിട്ട് നിൽക്കും, നിൽക്കാൻ കഴിയാണ്ടാകുമ്പോൾ. അവർക്കെന്താ കാരണത്തിൻ്റെ മതം അറിയില്ലേ സഹാബാക്കൾക്ക്? അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പ്രവചിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണോ ലാസ്റ്റ് പത്തായപ്പം ആ കാരുണ്യമുള്ള പ്രവാചകൻ കാരുണ്യമില്ലാതെ ഐഖദ അഹ്ലഹു കുടുംബത്തെ എണീപ്പിച്ച് നിസ്കരിക്കാൻ വേണ്ടി വിട്ടത്? നമുക്ക് എല്ലാത്തിനും ഒരു നിയമമുണ്ട്. കരുണയുടെ മതമാണ്. ഉറങ്ങുന്നത് ഉറങ്ങിക്കോട്ടെ. എന്തിനാ ഇത്രയും വലിയ നിസ്കാരം? എന്തിനാ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഹയാത്താവണം. അതെവിടെ ഹയാത്താവണം? നിങ്ങളെ ജാറുള്ള പള്ളിയിലാണ്. മേൽപ്പുറം ജുമാഅത്തുള്ള ജാറുമില്ലേ? ഉണ്ട്. അതുകൊണ്ട് അത് മസ്ജിദല്ല. അവിടെ ജാറമുള്ളത് കൊണ്ട് അത് മസ്ജിദല്ല. അവിടെ മസ്ജിദിൽ നടക്കേണ്ടതൊന്നും അവിടെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഈ പള്ളിയിൽ നടക്കേണ്ട, ഈ പള്ളിയിൽ മേൽപ്പറമ്പിലായ മുവഹിദുകൾക്ക് അല്ലാഹു തന്ന ഈ മനോഹരമായ പള്ളിയിലാണ് ആ സുന്നത്ത് ഹയാത്താവേണ്ടത്. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ കുൻതും തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്ന നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലബകൈതും കസീറൻ വലദഹക്തും ഖലീല, നിങ്ങളെ ഈ ചിരിങ്ങളെ മുഖത്ത് കാണൂലായിരുന്നു. നിങ്ങൾ കൂടുതൽ കരയുകയും നിങ്ങൾ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങളുടെ ഭാര്യയോടൊപ്പം കിടന്ന് ആ വിരിപ്പിന്റെ സുഖം നിങ്ങൾ അനുഭവിക്കുകയില്ലായിരുന്നു. ഞാൻ കണ്ടതും അറിഞ്ഞതും നിങ്ങൾ കാണുകയോ അറിയുകയോ ചെയ്താൽ. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിൽ എത്ര ചെയ്യണം? ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ ഉത്തരവാദിത്തമാണ്. ചെയ്യേണ്ടതാരും ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുണ്ടാവും സ്വർഗത്തിൽ നിങ്ങനെ നിങ്ങളെയും കൈപിടിച്ചിട്ട് മാർക്കറ്റിൽ പോന്ന് സാധനം വാങ്ങുന്നു, തിന്നുന്ന്, അവിടെ പൊരിച്ചത്, ഇവിടെ മട്ടൻ, അവിടെ പക്ഷി, അവിടെ കള്ള്, ഇവിടെ പാടി, ഇവിടെ തേന്. ഞാൻ ഇപ്പം നിങ്ങൾ ചോദിക്കും, എന്നടാ മൊയിലിമിനെ കാണുന്നില്ലല്ലോ. അത് സലാമത്തി മൊയിലിമിങ്ങനെ ക്ലാസ്സിലെടുത്ത് പറഞ്ഞു തന്നത്. മക്കളോട് ചോദിക്കും, മാലന മാലന ലാനറ, നമ്മളെന്താ അവരെ കാണാത്തത്? അപ്പോൾ മലക്കൾ പറയും, പോയിട്ട് പറഞ്ഞിട്ട് കിടന്നുറങ്ങി, പിന്നെ അങ്ങനെ എടുത്തി. നിങ്ങളെ ഉപദേശിച്ചു, അയാൾ പോയിട്ട് ഉറങ്ങി, നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് കിട്ടി. പറഞ്ഞതിനെ കൊണ്ട് കിട്ടൂല, ചെയ്തതിനെ കൊണ്ടേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാനാണ്. നമ്മൾ രണ്ട് കൂട്ടക്കാരും പ്രിയപ്പെട്ടവരെ ചെയ്താൽ കിട്ടിയിരിക്കും, ചെയ്തോന് കിട്ടിയിരിക്കും. അള്ളാഹു നസീബാക്കി തരട്ടെ. അള്ളാഹു ഇനിയുള്ള ദിവസങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ചെയ്തതെല്ലാം അള്ളാഹു ന്യൂനതകളെല്ലാം പരിഹരിച്ച് പൂർണ്ണമായും ഖബൂൽ ചെയ്യട്ടെ. ഒരു മസ്അല സൂചിപ്പിക്കാൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാത്രക്കാരൻ മുഖീമായ ഇമാമിൻ്റെ പിറകിൽ തുടർന്നാൽ, ഉദാഹരണത്തിന് അഖീൽ കോഴിക്കോടേക്ക് പോകുന്നു, മുസാഫിറാണ്. വടകര എത്തിയപ്പം ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ദുഹറിൻ്റെ ടൈമാണ്. തൊട്ടടുത്ത് ഒരു പള്ളി കണ്ടു. അഖീൽ ആ പള്ളി കയറി. അതിൻ്റെ ഇടയിൽ ഒരു ജുംല ഞാൻ പറയട്ടെ. അഖീൽ ആ പള്ളി കയറണം, സെൽഫി പള്ളി ആണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ കയറാൻ പാടില്ല. അത് എൻ്റെ ഇടയിൽ പറഞ്ഞതാണ്. അങ്ങനെ കയറി. അവിടെ ദുഹർ നിസ്കാരം ജമാഅത്തായിട്ട് നടക്കുന്നു. അഖീൽ എന്താക്കിയിട്ടുണ്ട്? ജമ്മാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യാം? ദുഹറും അസറും അപ്പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം. ആ ഇമാമിനെ തുടരാൻ പറ്റുമോ ഇല്ലയോ? ഇമാമ് സലഫി ആണെങ്കിൽ മറ്റേത് മെയിൻ്റെ കൊടുക്കേ വേണ്ട. ആ സലഫി ഇമാമാണെങ്കിൽ ആ ഇമാമിനെ തുടർന്ന് ഈ യാത്രക്കാരന് ജമ്മും കസറാക്കി നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ? അപ്പോൾ നമ്മൾ പറഞ്ഞ മസല എനിക്കതിലൊരു തിരുത്തുണ്ട്. ആ ചോദിച്ച ആളാരാ? തെളിവ് ചോദിച്ച ആളാരാ? എവിടെ ഉണ്ടാ? തുജേ സലാം അങ്ങനെ ചോദിക്കണം. ചോദിച്ചപ്പോൾ നമ്മൾ നോക്കി പഠിച്ചു, തെറ്റാണ്, ഞാൻ തിരുത്താം. പിന്നെ ആ ഇമാമിനോടൊപ്പം തുടർന്നാൽ, കാരണം അഖീൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ദുഹർ നിസ്കരിക്കണം, പിന്നെ അസർ നിസ്കരിക്കണം. ഇമാമ് ദുഹറാണ്. അഖീൽ എന്ത് ചെയ്യുന്നു?
ആ ഇമാമിനെ ളുഹറിന്റെ നിയ്യത്തോടെ തുടർന്നാൽ ഫൽ വാജിബു അന്നഹു യതിമ്മു സ്വലാത്തഹു മഅൽ ഇമാം. ഇമാമിനോടൊപ്പം ഇമാമിനെ പോലെ പൂർണ്ണമായും 4 റക്അത്ത് നിസ്കരിക്കണം. ഖസർ പറ്റൂല, ഖസർ പറ്റൂല. വാജിബാണ് ഇമാമിനോടൊപ്പം 4 പൂർത്തിയാക്കണം. എന്നിട്ട് അസ്ർ എന്ത് ചെയ്യാം? അസ്ർ എന്ത് ചെയ്യാം? ഖസറാക്കി 2 നിസ്കരിക്കാം, പ്രശ്നമില്ല. ഒന്ന് ഒരു മസല. 2, ഞാൻ പറഞ്ഞ മസല എന്താ വെച്ചാൽ തുടരുന്നു, 2 റക്അത്ത് കഴിയുമ്പോൾ നമ്മൾ സലാം വീട്ടുന്നു, എന്നിട്ട് രണ്ടാമത് എഴുന്നേറ്റിട്ട് നമ്മൾ അസറായിട്ട് കെട്ടുന്നു, പറ്റില്ല. ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് പറഞ്ഞു, അഥവാ ഒരു നാട്ടിൽ താമസിക്കുന്ന ഇമാമിന്റെ പിറകിൽ ഒരു യാത്രക്കാരൻ പോയി കൈകെട്ടി യാത്രക്കാരനല്ലേ എന്നുള്ള വിശ്വാസം കൊണ്ട് 2ൽ ചുരുക്കിയാൽ അവൻ 4ആയിട്ട് അതിനെ ഖളാ വീട്ടണം. പിന്നെ 4ആയിട്ട് ഖളാ വീട്ടേണ്ടി വരും. അതുകൊണ്ട് വാജിബാണ് ഒന്നാമത് ഇമാമിന്റെ ഒപ്പം തുടരൽ യാത്രക്കാരന് വാജിബല്ല. തുടർന്നാൽ കുരുത്തക്കേട് കാണിച്ചതാണ് അതിന്റെ ശിക്ഷയാണത്. അത് പൂർത്തിയായിക്കോളണം. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് വിട്ടോളണം. ഖലാസ്. ബാറക്കല്ലാഹു ഫീക്ക്. കൂടണ്ട. അസർ 2 നിസ്കരിച്ചാൽ മതി. ഇമാമിന്റെ ഇപ്പം 4 ദുഹർ നിസ്കരിക്കാം, എന്നിട്ട് അസർ 2 നിസ്കരിച്ചാൽ മതി. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ കയറി പോകുമ്പോൾ ഇമാം ഉള്ളത് 3ാമത്തെ റക്അത്തിലാണ്. നമ്മൾ കയറി പോകുമ്പോൾ 3 കഴിഞ്ഞു, അദ്ദേഹത്തെ കഴിഞ്ഞു, ഇമാമിന്റെ 2 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മൾ 2 റക്അത്തല്ലേ, എനിക്കും 2 ഉള്ളൂ എന്ന് പറഞ്ഞാൽ സലാം വീട്ടിൽ കൂടാ, ഞാൻ മറ്റേ 2 നിസ്കരിക്കണം, 4 നിസ്കരിക്കണം, പൂർത്തിയാക്കണം. 4 പൂർത്തിയാക്കണം, പ്രശ്നമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സംഗതി, യാത്രയിൽ എന്ത് ചെയ്യണ്ട, ജമാഅത്ത് നിർബന്ധമുള്ള കേസല്ല നമുക്ക്. അതുകൊണ്ട് ജമാഅത്ത് കൂടാൻ നിൽക്കണ്ട. ഇനി അഥവാ കൂടിയാൽ പൂർത്തിയാക്കി. ഇനിയിപ്പോൾ നമ്മൾ പള്ളി കയറി പോയി അവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടാണ്, നമുക്ക് വേക്കുന്ന വെച്ചിട്ട് പോവാം, പ്രശ്നമില്ല. അത് പറ്റില്ല. അതുപോലെ മെയിൻ ജമാഅത്തിന് മുമ്പ് ഒരു ജമാഅത്ത് പറ്റില്ല പള്ളിയിൽ. ഒറ്റക്കൊറ്റക്ക് ജമാഅത്ത് പള്ളിയിലെ മെയിൻ ജമാഅത്താണ് പ്രധാന ജമാഅത്ത്. അതിന് മുമ്പ് ജമാഅത്ത് കാത്തിന്നോ, കുഴപ്പമില്ല. എന്തിനീന്ന് ജമാഅത്തേ ഇല്ല, പിന്നെ കാത്തിക്കുന്ന എന്തിനും? വേഗം ഒറ്റക്ക് വിടാനാണ്. ആക്കാം, അത് പ്രശ്നമില്ല, ജമാഅത്താക്കാം. ജമാഅത്തിന്റെ കൂലിയും കിട്ടും. പക്ഷെ വാജിബല്ലാന്ന് മാത്രം, യാത്രക്കാരനായതുകൊണ്ട്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. ഇന്നലെ നബാഹ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ഫുള്ള് നോക്കി. അപ്പോൾ ഞാൻ തിരിച്ചതാണ്. അതായത് 2 റക്അത്ത് എനിക്ക് ഖസറാക്കാമല്ലോ എന്ന നിയ്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഇമാമിന്റെ ആദ്യത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സലാം വീട്ടി, ഇമാം 3ലേക്ക് എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ വേഗം എണീച്ചിട്ട് ഇമാമിന്റെ 3ലേക്ക് എന്ത് ചെയ്തു, എൻ്റെ അസറിന്റെ 1ാമത്തെ റക്അത്തായിട്ട് കൈകെട്ടി. അത് പറ്റൂല. ഇമാമിന്റെ കൂടെ തുടർന്നാൽ 4 പൂർത്തിയാക്കും. പറ്റൂന്ന് പറഞ്ഞത് തെറ്റാണ്, അത് ഞാൻ തിരുത്തി. അതിന്റെ കാരണക്കാരന് തൂബാലക്കും മംഗളാശംസകൾ. ഖൈർ, ബാറക്കല്ലാഹു ഫീക്ക്. അതന്നെ ഞാൻ ഏതോ എനിക്കൊന്ന് ഫിഖിൽ ഷാഫി മസ്അല വായിച്ച ഓർമ്മ പറഞ്ഞതെന്ന് തോന്നുന്നു ഞാൻ. അതുകൊണ്ട ഓരോ വാജിബ് നമ്മുടെ പറയുന്നത് ഭൂരിപക്ഷം പണ്ഡിതം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിഖ്ഹി മസ്അലകളാണ് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? കാരണം തെളിവ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് ഇതിനെപ്പറ്റി ഒരാൾ ചോദിച്ചു, അതെന്തിനാ അങ്ങനെ ഖസറാക്കുമ്പോൾ 2ഉം പിന്നെ ജമാഅത്ത് കേൾക്കുമ്പോൾ 4ഉം? അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, കദാലിക അസ്സുന്ന, അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ചര്യ. ഖലാസ്, നമുക്ക് വേറെ വഴിയില്ല. യാത്രക്കാരൻ്റെ വിഷയം നമ്മൾ കഴിഞ്ഞ റമദാനിൽ വായിച്ച കിതാബിലുണ്ടായിരുന്നു. ശൈഖുൽ ഇസ്ലാം പറഞ്ഞ നല്ല മനോഹരമായ അഭിപ്രായമുണ്ട്. അതായത് ഒരു യാത്ര നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ പുരക്കുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ യാത്ര തുടങ്ങി, തിരിച്ച് പുരക്കെത്തുന്നവരെ നമ്മൾ യാത്രക്കാരനാണ്. മേൽപ്പുറം വന്ന് കാസർഗോഡേക്ക് പോയാൽ യാത്രക്കാരനാവൂല, കാരണം ഒരു യാത്രയല്ല. നിങ്ങൾ എപ്പം പോയി വരുന്നല്ലേ. മംഗലാപുരാണെങ്കിൽ യാത്രയാണ്. പറ്റും. നിങ്ങൾ തിരിച്ച് പുരക്കെത്തുന്നവരെ നിങ്ങൾ സഫറിലാണ്, യാത്രക്കാരനാണ്. എന്നാൽ ഗൾഫുകാരനാണ്, പോകുന്ന ഗൾഫുകാരനല്ലേ, ഓനിങ്ങനെ ആവൂല, പോവാം, യാത്രക്കാരനാണ്, മുസാഫിറാണ്. ഇപ്പം ലോറി ഡ്രൈവർ
ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോവാണ് ഡ്രൈവർ. എത്ര ദിവസം വണ്ടി ഓടിക്കണം? 2 ആഴ്ച കൊണ്ട് എല്ലാം തിരിച്ച് വരുന്നവരെ ആൾക്ക് ജമ്മു കസറാക്കാം. ഇല്ലില്ല, ഡെയിലി പറ്റും, ഡെയിലി പറ്റും, ജമ്മു കസറും പറ്റും. ആ, നമ്മൾ ആ കിതാബ് ഇവിടെ വായിച്ചിട്ടുണ്ട്, ഇബ്നു ഹുസൈൻ റഹ്മത്തുള്ളാഹിന്റെ കിതാബ്. ആ, ഡെയിലി പറ്റും. ഇല്ലില്ല, അഭിപ്രായങ്ങളല്ലേ. ഇല്ല, അത് തെറ്റാണ്. യാത്രയിലായിരിക്കുക എന്നതാണ് വിഷയം. ഇവൻ തിരിച്ചു പുരക്കെത്തുന്നവരെ യാത്രക്കാരനാണ്. അതുകൊണ്ട് ആ നിയമം അവനെ ബാധകമാണ്. ആ, ഇല്ല, കാരണം നിങ്ങളെ പോലെ അവിടെ ഇല്ല. നിങ്ങളെ പോലെ നിങ്ങളെ മനസ്സിൽ എന്തുണ്ട്? 15 ദിവസം കഴിഞ്ഞാലും അത് അതായത് നിങ്ങൾ സ്ഥിരം താമസിക്കുന്ന സ്ഥലമല്ല അത്. അപ്പോഴും നിങ്ങളെ മനസ്സിലെന്തുണ്ട്? തിരിച്ചു പുറത്തേക്ക് പോകണം. അത് യാത്രക്കാരൻ്റെ മനസ്സാണ്. തിരിച്ചു വരുന്നവരെ യാത്രയിലാണ് ചെയ്യാം. എന്നാൽ ഗൾഫിൽ ജോലിക്ക് പോകുന്നവൻ്റെ കഥ അങ്ങനെയല്ല. ഒരാളെ മുഖ്യമായല്ലോ പോയാലും നിസ്കരിച്ചതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. റുഖ്സ നിലവിലുണ്ട് എന്ന് മാത്രം. ഓന് ഇളവുണ്ട്, പക്ഷെ അങ്ങനെ ആരും ചെയ്യൂല. പള്ളിയിൽ നിന്ന് ആളെന്ന്, പ്രത്യേകിച്ച് ഗൾഫിലെ പള്ളിയിൽ ജമാഅത്ത് കണ്ട് നമ്മൾ പോയിട്ട് തുറന്നു പോകും. വിഷയമല്ല. ഓൻ ചെയ്യണ്ട. ആ, റുഖ്സയാണ്, നിർബന്ധമുള്ള സംഗതിയല്ല. എന്നാൽ സ്കൂളിൽ പോകുന്ന ആൾക്കാർക്ക് ചെയ്യാം, ഡെയിലി ചെയ്യാം. ആ, ഡെയിലി ചെയ്യാം. ഓ, പിന്നെ യാത്ര ബുദ്ധിമുട്ട് പ്രയാസമുള്ള യാത്ര, അതിൽ റുഖ്സ വാജിബായി വരും. മനസ്സിലായോ? നമ്മൾ നഫ്സിന് ബുദ്ധിമുട്ട് മാറ്റാനാണ് ഈ റുഖ്സ തന്നത്. അപ്പോൾ ഓൾറെഡി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ റുഖ്സ സ്വീകരിക്കാൻ നിർബന്ധമായി. ആ, നമ്മളിപ്പോൾ ഇവിടുന്ന് കോഴിക്കോടേക്ക് പോവാണ്, അതൊരു യാത്രയാണ്. എന്തായാലും റുഖ്സ അനുസരിച്ച് തന്നെ ചെയ്യണം. അവിടെ പിന്നെ 4 ആക്കാനും ജമാഅത്താക്കാനും നിൽക്കേണ്ട കാര്യം. ആ, ജമ്മു കസറാക്കിയിട്ട് തന്നെ നിൽക്കുന്നത്. കേൾക്കാൻ പറ്റും. ആ, ഇല്ല, കാരണം കസറായിക്കൂടാ, കസറായിക്കൂടാ, ജമാക്ക. കാരണം അസ്ലെന്ന് വെച്ചാൽ അൽ ഖസ്റു ലിൽ മുസാഫിർ വൽ ജംഉ ലിൽ ഹാജ. ഖസർ യാത്രക്കാരനും ജംഉ ആവശ്യത്തിനുമാണ്. പിന്നെ ഹോസ്പിറ്റൽ കേസ് വന്നു, നമ്മളെ കഥായി പോകുന്നുള്ള കാര്യം ഉറപ്പ്, നമ്മളവിടെ നിന്ന് മാറാനും കഴിയില്ല. അപ്പം എന്ത് ചെയ്യാം? ജമാക്കി നിസ്കരിക്കാം. ജമാക്കി നിസ്കരിക്കാം, കസറാക്കി കൂടാ, ഇവർക്കൊന്നും നിസ്കരിക്കാം. കസറാക്കി കൂടാ, കസറ യാത്ര ഷർത്താണ്. بارك الله فيك. خير. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.